എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പോകണം, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകണം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചാനലിൻ്റെ നെയിം കുറെ പേർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. രേഷ്മിദാസ് കൃഷിയും സംഗീതം എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. ഒരു വലിയൊരു പേരാണ്. ആ പേരിടാൻ തന്നെ കാരണം എൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് കൃഷിയായിരുന്നു. പിന്നെ അതുപോലെ ഞാൻ കുറച്ചൊക്കെ പാടുന്ന ആളായതുകൊണ്ട്, ചെറുതായിട്ടൊക്കെ പാടുന്ന ആളായതുകൊണ്ട് സംഗീതമുണ്ട്. അപ്പൊ അതുകൊണ്ട് സംഗീതം കൂടി ഞാൻ ചേർത്തു. പക്ഷെ ഇപ്പൊ കുറെ നാളായിട്ട് എനിക്ക് കൃഷിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ച് നാളായിട്ട് എനിക്ക് ഒട്ടും കൃഷിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ പതുക്കെ കൃഷി സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. അപ്പൊ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥയിൽ എത്തിച്ചേർന്നപ്പോ ഇനി നമ്മളുടെ ചാനലിന്റെ നെയിമിൽ ഒരു കൃഷി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് നമ്മളത് ശരിയല്ലല്ലോ. കൃഷി എന്ന് പറയുമ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് എന്തായാലും അത് നോക്കിയിരിക്കുമല്ലോ. എവിടെ കൃഷിയുടെ വീഡിയോസ് എവിടെയെന്ന് കുറെ പേരുണ്ട്, അത് നോക്കിയിരിക്കുന്ന ആൾക്കാർ കുറെ പേരുണ്ടായിരുന്നു. അപ്പോൾ അതില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പേരൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ പുതിയ ആൾക്കാർ യൂട്യൂബ് ഉണ്ട്, യൂട്യൂബറാണ് എന്നൊക്കെ പറയുമ്പോൾ എന്റെ പേര് ചോദിക്കുമ്പോൾ ഞാൻ രേഷ്മിദാസ് കൃഷിയും സംഗീതവും എന്ന് പറയുമ്പോൾ വലിയൊരു പേര് പറഞ്ഞു, അയ്യോ ഇതെന്റെ ഇത്രയും വലിയൊരു പേര്, ചെറിയൊരു പേരിടായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ പലരും പല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പക്ഷെ എനിക്ക് അന്നൊന്നും വലിയ വിഷയമൊന്നും തോന്നിയില്ല കേട്ടോ, അത് കൃഷിയുള്ള സമയമായതുകൊണ്ട്. പക്ഷെ ഇപ്പോ ആലോചിക്കുമ്പോൾ ഇനിയിപ്പോ അത് വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയില്ല. അപ്പൊ ഞാൻ എന്തായാലും പേരൊന്ന് മാറ്റി പിടിക്കാം എന്ന് വിചാരിച്ചു. ഞാനൊരു പേര് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ആ പേര് ഞാൻ യൂട്യൂബിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് നോക്കണല്ലോ. രേഷ്മിത വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ രേഷ്മിത എന്നെന്റെ പേര് തന്നെയാണ്. ശരിക്കും രേഷ്മ സുനിൽകുമാർ എന്നാണ് ഒഫീഷ്യലി നെയിം. പക്ഷെ രേഷ്മിത എന്നുള്ളത് എന്റെ പേര് തന്നെയാണ്. ആ പേരിന്റെ പിന്നീട് ഒരു കഥയുണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ പറയാ, ഞാൻ ഇന്നത്തെ യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. ഇപ്പൊ ഞാൻ കണ്ടെത്തിയ പേര് യൂട്യൂബിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ സെയിം പേരുള്ള ചാനൽ വേറെ ഉണ്ടെങ്കിൽ നമ്മളത് ഇടുന്നത് ശരിയല്ലേ. അങ്ങനെ ശരിക്കും ഇടാൻ പാടില്ലല്ലോ. അപ്പോ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ചാനലില് റീച്ച് കിട്ടില്ല എന്നാണ് പറയാം. അപ്പൊ നമുക്ക് കുറച്ച് എന്തായാലും ഏകദേശം ഒരേപോലെ ആണെങ്കിലും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളത് നോക്കണ്ടോ. അപ്പൊ ഞാൻ അവസാനം ഞാൻ സെർച്ച് ചെയ്ത് രേഷ്മിത വെച്ചിട്ട് തന്നെ, സ്റ്റാർട്ടിങ് രേഷ്മിത തന്നെ. അങ്ങനെ ഞാനൊരു പേര് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ആ പേര് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം എന്താണെന്നുള്ളത്. പേര് വേറെ ഒന്നുമല്ല, രേഷ്മിദാസ് ന്യൂ വ്ളോഗ്സ് എന്നാണ് കേട്ടോ പേര്. അപ്പൊ ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോ രേഷ്മിത വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് കുറെ ചാനലുകൾ കണ്ടു. 1-2-3 ചാനലുകളൊക്കെ കണ്ടു രേഷ്മിത വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോ അത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഞാൻ എന്തായാലും ഒരു ന്യൂ ഉള്ളിൽ ചേർത്തിട്ടുണ്ട്, രേഷ്മിദാസ് ന്യൂ വ്ളോഗ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് വീഡിയോ കണ്ട എല്ലാവരും എന്താ പറയാ, ചിലപ്പോ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും, ചിലപ്പോ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്, നല്ല വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്, നല്ല കണ്ടന്റുകളൊക്കെ എന്റേതായ എല്ലാ കാര്യങ്ങളും ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, എല്ലാവരും ലൈക്കും ഷെയറൊക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ആരും മറക്കരുത്, രേഷ്മ സുനിൽകുമാർ എന്നായിരുന്നു ഞാൻ ആദ്യം കൊടുത്തിരുന്നത്. പിന്നെ അത് മാറ്റിയിട്ട് രേഷ്മിദാസ് കൃഷിയും സംഗീതം എന്നാക്കി മാറ്റി. അപ്പൊ അതിനുശേഷം കൃഷി നിർത്തിയതിനു ശേഷം ഞാൻ കൃഷിയൊക്കെ മാറ്റിയിട്ട് രേഷ്മിദാസ് ന്യൂ വ്ളോഗ്സ് എന്നാണ് കേട്ടോ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, എനിക്ക് അത്രമാത്രം പറയാനുള്ളൂ. നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നന്ദി.